ശ്രീരാമ നീ എന്താ ഇവിടെ നിൽക്കണേ? എന്തേ അവിടെ പറയാനുണ്ട? പിന്നെ എന്തിനാണ് എന്റെ ഇവിടെ കാണാൻ? എന്താ ആ ശ്രീരാമ, ഞങ്ങൾ വീട് പൂട്ടിയിട്ടില്ല, ഷോപ്പിങ്ങിന് പോവാണ്. കിച്ചണിൽ ബ്രെഡ് ഉണ്ട്, മുട്ടയുണ്ട്, വെസ്റ്റ് പണി കഴിച്ചു. ഞാൻ നിന്നോട് എന്താ പറയാൻ ചാവാൻ പോവാ. കൊണ്ടുപോ കൊണ്ടുപോ. എന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടുന്നേ? ഞാൻ ശരിയാക്കാം. ഇന്നലെ എന്തായിരുന്നു ഒരു പണിമുടക്ക്? പറയാൻ പാടില്ലാത്ത കാര്യമല്ലാണോ? കോഴി വെട്ടാൻ പോയി. എന്തിനാ? പാവല്ലേ അത്? ഓ അത് ശരി, അത്രയുള്ള കാര്യം. കോഴിമുട്ട വെട്ടുന്ന പ്രശ്നമൊന്നുമില്ലല്ലോ. എന്നാലേ ഇനി അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ സംഭവത്തിന് മുമ്പ് പറയണം. ആകപ്പാട് 7-8 ദിവസമേ ഇവിടുള്ളൂ. അതിങ്ങനെ മൂഡ് ഓഫ് ആക്കി കളയാനുള്ളതല്ല. എന്തേ? ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ചേട്ടാ. അതെ, എന്നെ കണ്ടപ്പോഴാണ് ഓർമ്മ വന്നത്. നമ്മുടെ സീസർ എവിടെ? അതേ ടോമി ചേട്ടാ. ടോമിയാ? ആ. ഏത് ടോമി? ആ ചെത്തലപ്പട്ടി. അതിന്റെ പേര് മാറ്റി. ആര് മാറ്റി? ഞാൻ മാറ്റി. എന്തിനു മാറ്റി? ചേട്ടാ, ചേട്ടനോട് വന്നതിന് ശേഷം നാട്ടുകാർ മുഴുവൻ സീസർ എന്നല്ല വിളിക്കുന്നത്. പിന്നെ വേണ്ട വേണ്ട വേണ്ട, ഞങ്ങൾ 10 ദിവസം കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോവല്ലേ? അപ്പൊ പിന്നെ നിനക്ക് നിന്റെ പേര് വെച്ചിട്ടില്ലേ? ഇതെന്താ ഇതില്? എന്താ സോഡ? പിന്നെ ആള് ശരിയല്ലാട്ടാ. ശരിക്കും മരത്തിൽ കൂടി ചാരി നിർത്തിട്ട് മഫ്ലർ കൂട്ടി ഒറ്റ ഇടിച്ചാലേ ശരിയാവുള്ളൂ. എന്ത് ഇത് പിന്നോട്ട് പോവാ? പണ്ടാരാണ് ഞാൻ പിന്നെയും പിന്നോട്ട് പോണു. കുതിര അങ്ങോട്ട് തിരിച്ചു നിർത്തി, എന്നാലും ഓടും. അതൊന്നുമല്ല, എവനൊരു ചാവാളി സൈസാ. അവൻ അവന്റെ നിഴല് കണ്ട് പേടിച്ചു നിൽക്കുക. ഓ പിന്നെ നിഴല് കണ്ട് പേടിച്ചു നിൽക്കുന്ന ഒരു ജന്തു. അണ്ണേ ഇങ്ങോട്ടൊന്ന് തിരിച്ചു നിർത്ത്. ആ ആ അയ്യോ അയ്യോ. ഇപ്പൊ എങ്ങനെയുണ്ട്? പൗലോ, ചേട്ടനോട് എന്ത് ചെയ്യുന്നു? ഞാൻ ഇവിടെ കിടന്ന് നോവലെഴുതാ. എന്ത് ഇതിലടി കിടന്നോ? ആ നല്ല തണലല്ലടാ. എന്നാ ചേട്ടൻ ഇവിടെ കിടന്ന് നോവൽ എഴുതിക്കോ, ഞാൻ ഇപ്പൊ വരാം. നീ ഇപ്പൊ എവിടേക്ക് പോണേ? ഇന്ദുലേഖനും ശ്രീരാമനും കാണാൻ. ആ എന്നാ നീ പോയിക്കോ. ഓക്കെ ഓക്കെ, ബൈ 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 ബൈ. കാലെടുക്കണ കുറച്ച് നേരം. അവൻ വരുന്നുണ്ട്. മറ്റവൻ പാര. സീസറോ? ഒന്ന് അവോയ്ഡ് ചെയ്യണമല്ലോ. എന്താ ഇപ്പൊ ചെയ്യാ? അല്ല, നിങ്ങൾ ഇവിടെ ഇരിക്കുകയാണോ? ഔട്ടിങ്ങിന് പോകണ്ടേ? ഏതാണ്ട് എല്ലാ സ്ഥലങ്ങളും ഞങ്ങൾ കണ്ടു കഴിഞ്ഞു. ഈ അടുത്ത കാലത്ത് കണ്ടുപിടിച്ച 2 സ്ഥലം കൂടി ഉണ്ട്. അതും കൂടി കാണാതെ എന്തും നല്ല സുഖമില്ല. എന്നാ നമുക്ക് ആശുപത്രി പോയല്ലോ. ഇപ്പൊ പുതിയൊരു ആശുപത്രി കണ്ടുപിടിച്ചിട്ടുണ്ട്, അത് തുറന്നുണ്ട്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള അസുഖമൊന്നുമില്ല. ഒരു ദിവസം റെസ്റ്റ് എടുത്താൽ മാറാവുന്നേ ഉള്ളൂ. കണ്ടാൽ അങ്ങനെയല്ലല്ലോ, മുഖെല്ലാം വല്ലാതെ ക്ഷീണിച്ച്.
പേടിക്കാൻ പറ്റിയ പനിയല്ല. നമുക്ക് ഇപ്പോ സീസർ! എന്തോ ഞാനിപ്പോ വരാം, ഉടനെ വരാം. സീസർ, സീസർ, ഇത് എവിടെ പോയി കിടക്കുക? ചേട്ടനെ വിളിച്ചോ? ഞാൻ നിന്നെ വിളിച്ചില്ല, ഞാൻ എന്റെ പട്ടിനെ വിളിച്ചതാ. എന്നാ ഞാൻ പോട്ടെ. നീ ഇപ്പൊ എവിടേക്ക് പോണേ? എനിക്ക് എന്തിനീ ആശുപത്രി നീ കൊണ്ടുപോകും? ഒരാളെ ഒരു സ്ഥലത്തേക്കും കൊണ്ടുപോകണം. നീ പോയി ചേട്ടാ അത് പ്രശ്നമാണ്. നീ പോവാൻ. ചേട്ടാ സീരിയസ് ആണ്. നിന്നൊക്കെ ഏത് നേരത്തെ ജനിച്ചേ? 1944 കർക്കിടം 14-ാം തീയതി 3 നക്ഷത്രം. അയ്യ. ആത്മഹത്യാ മുനമ്പ് പേരെങ്ങനെയാണെങ്കിലും ഊട്ടിയിലെ ഏറ്റവും ക്രൂഡ് ഡ്യൂട്ടി എന്ന് വിശേഷിപ്പിക്കാവുന്ന സ്ഥലമാണിത്. എനിക്ക് ഇങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് നിൽക്കാൻ സത്യം പറഞ്ഞ പേടിയാ. വേറൊന്നും കൊണ്ടല്ല, എന്നെ അവിടെ നിന്ന് എന്തോ ഒന്ന് ആകർഷിക്കുന്നത് പോലെ. ഒന്ന് ചാടിയാലൊന്ന് മുന്നിൽ പോലൊരു തോന്നലുണ്ടാവും. ഈ അഗാധതയുടെ സൗന്ദര്യത്തിലോ നിഗൂഢതയിലോ ആഴ്ന്നിറങ്ങാൻ. പിന്നെ ധൈര്യം സംഭരിച്ചാണ് പിന്തിരിയുന്നത് തന്നെ. ഇന്ത്യയിൽ അങ്ങനെ തോന്നാറുണ്ടോ? ആത്മഹത്യ ചെയ്യാൻ ഇവിടെ വരിക എന്നതിനേക്കാളേറെ ഇവിടെ വന്നതിന് ശേഷം ചിന്തിക്കപ്പെടുക എന്നതായിരിക്കും ശരി, അല്ലേ? ഒരു പ്രാവശ്യം ഞങ്ങൾ ടൂറിന് വന്നപ്പോ നേരിട്ട് കണ്ടാണ് ഒരു പയ്യൻ ആൾക്കൂട്ടത്തിൽ നിന്ന് മുന്നോട്ട് മാറി എല്ലാരെയും സാക്ഷി നിർത്തി ഗുഡ് ബൈ പറഞ്ഞ് ഒറ്റച്ചാട്ടം. ആ നിമിഷം ഇന്നും മറക്കാനാവുന്നില്ല. ചിന്തിക്കാൻ രസകരമായ വിഷയമാണ് ആത്മഹത്യ, മരണം, ജീവിതം. ഇപ്പൊ തന്നെ നോക്ക്, നമ്മൾ രണ്ടുപേരിൽ ആരായിരിക്കും ആദ്യം മരിക്കുക? വേണ്ട, മതി, പോ. എന്തു പറ്റി? നമുക്ക് പോവാം. എടി അന്ന് ആ മുരിങ്ങക്കറി ശ്രീരാമൻ കൊടുത്തേ. തമിഴ് സിനിമയൊന്നും കാണാറില്ലേ? മുരിങ്ങക്കറി ഇഷ്ടം പോലെ കഴിക്കുക, അതോടൊപ്പം തന്നെ ഉള്ളി കഴിക്കുക. മുരിങ്ങക്കായും ഉള്ളി ആഹാരം കഴിക്കുമ്പോ സംസാരിക്കാൻ പാടില്ലെന്ന് അറിയത്തില്ലേ? എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ല, പക്ഷെ ആന്റി ഇപ്പൊ പറയുന്നു. ആന്റി വേണ്ട, അത് അവരുടെ അപ്പാപ്പൻ പറഞ്ഞതായിരിക്കും. പുള്ളിക്കാരനെ ഹൈ ക്ലാസ് ഒരു ശാപ്പാട്ടുരാമനായിരുന്നു. തീറ്റ മത്സരത്തിൽ ഇയാൾക്ക് സ്റ്റേറ്റ് അവാർഡ് വരെ കിട്ടിയിട്ടുണ്ട്. ഇവരുടെ അപ്പാപ്പനെ ഒരു 100-150 വർഷങ്ങൾക്കും. പപ്പ 14ാമത്തെ പ്രാവശ്യം കഥ പറയുന്നത്. അതല്ലട മോനെ, പപ്പ ഇതിൽ പുതിയ ചില സാധനങ്ങളൊക്കെ ചേർത്തിട്ടുണ്ട്. ആ അങ്ങനെ ഈ അപ്പാപ്പൻ പെട്ടെന്ന് മരിച്ചു. എന്താ ചെയ്യാ? പാവല്ലിടി എന്നെ. കഴിക്ക്. അല്ല, ഈ മുരിങ്ങയ്ക്കും ഉള്ളിക്കും എന്താ ഇത്ര പ്രത്യേകത? അതെന്തൊക്കെയാ പറഞ്ഞു? ഇച്ചായം വല്ലതും കണ്ടോ? ശ്രീരാമനെ എന്തിനെ ശ്രദ്ധിച്ചോന്നാ ഞാൻ ചോദിച്ചേ. ഞാൻ ആരെയും ശ്രദ്ധിച്ചില്ല എന്റെ ചങ്ങാതി. അതല്ലനാ, അതിനൊക്കെ എവിടുന്നാ സമയം? ചുമ്മാ കള്ളക്കഥയും പറഞ്ഞോണ്ടിരിപ്പല്ലേ ജോലി. എന്താന്ന് വെച്ച പറ. അവരത്ര സ്വരത്തിലല്ല. ഏത് സ്വരം? തമാശകളാ. ഇന്ന് വൈകുന്നേരം മുതൽ മുഖം വീർപ്പിച്ചോണ്ടായിരുന്നു എന്റെ നടപ്പ്. അതിന്റെ മുഖം സാമാന്യം വീർത്തതാ. നീ വെറുതെ തെറ്റിദ്ധരിക്കുക. അതല്ല, 2-3 പ്രാവശ്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നാ നീ ഒരു കാര്യം ചെയ്യും, ഇനി ശ്രദ്ധിക്കണ്ട, കിടന്നോ. ഇത് വലിയൊരു ശല്യായില്ലോ. മുമ്പ് തന്നെ നിന്റെ ഈ പരദൂഷണം കൊണ്ട് കുഴിച്ചിട്ട് ഒരു ചോന്ന ബെന്നിട്ട് വന്നിട്ട് അവരുടെ മുഖം കൊണ്ടോ ഇവരുടെ മുഖം കൊണ്ടോ മറ്റവരുടെ മുഖം കൊണ്ടോ നിനക്ക് നിങ്ങളുടെ പ്രാന്തുണ്ടാ? മനുഷ്യൻ ഉറങ്ങേണ്ട നേരത്ത് മറ്റു ഇതൊന്ന് പിടിച്ചേ. പപ്പ ഇതൊന്ന് കെട്ടട്ടെ. ഇതൊന്നും പപ്പയ്ക്കൊരു പ്രശ്നമല്ല. ഇച്ചായം വരുന്നില്ലേ? നിങ്ങൾ പോയിക്കോ, ഞങ്ങൾ ഇരുന്ന് വന്നോളാം. എന്ത് കാര്യം ചെയ്യുമ്പോഴും കർത്താവിനെയോ അല്ലെങ്കിൽ മാലാകേനെയോ വിചാരിക്കാം. അത് തന്നെ സൂക്ഷിച്ചാ ഇത്ര നിസ്സാരമായിട്ടുള്ള കാര്യം വേറെ ഇല്ല. പണ്ട് പപ്പ ഇരുന്നേനല്ലേ
പള്ളിക്കൊക്കെ പോയിട്ടുള്ളത് പറഞ്ഞിട്ട് വണ്ടി വിട്ടാൽ മതി കേട്ടോ. ആ റെഡി. എന്റെ അമ്മേ, എന്റെ കൈ പോയില്ലേ കൈയെടുക്കട്ടെ. വണ്ടി നിർത്താൻ കുഴിക്ക് പോകും. ഈ അന്നെ വണ്ടി നിർത്താൻ പറയാനും പോണു. വണ്ടി നിർത്താൻ ഉപ്പു. വണ്ടിക്ക് സ്പീഡ് കൂട്ടി നിന്റെ നിന്റെ വണ്ടി നിർത്താൻ പറഞ്ഞില്ലേ? ഞാൻ കഷ്ടപ്പെട്ടു. ദേവോളും ഇതൊന്ന് കുത്തിപ്പിടിച്ച് നിൽക്കാൻ പറ്റിയ മതി കർത്താവേ. അങ്ങനെ വേറെ കൊഞ്ചം കൊടുക്കേ. ഒരു മഞ്ഞ ട്രാക്ടർ എന്നെ കൊല്ലാൻ വരുന്നേ. എന്റെ പോലീസ് പിടിക്കണ ഞാനിവിടെ മരണവരാക്കം നിർത്തോ. എന്നെ സഹായിക്കാൻ ആരുമില്ലേ? ഇതേ പോയില്ല എന്റെ കയ്യിൽ നിന്ന്. എന്റെ അമ്മ. ഞാൻ ചത്തിട്ട് വേണം നിനക്ക് മക്കൾക്ക് സുഖമായിട്ട് ജീവിക്കാൻ. സ്വന്തം ഭർത്താവ് മരിക്കാൻ പോകുമ്പോ കൈയടിച്ചിരിക്കുന്ന ഭാര്യയെ ഞാൻ ആദ്യമായിട്ട് കാണാം. വണ്ടിക്ക് സ്പീഡ് വിട്ടു. എന്തിനാ? എന്റെ ശവം പള്ളി കൊണ്ട് കൂച്ചലാണ്. ഇത്രയും മനസ്സ് വിഷമിച്ച ദിവസം എന്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. ഇത് ഞാൻ വെറുതെ വിടില്ല. എന്താ നീയൊന്നും മിണ്ടാത്തെ? കൊടിയേറ്റിയ തറവാട്ടുകാരല്ലേ? വെറും കൊളുവനല്ല, പാത്താളിശ്ശേരി കൊളുവൻ. മൂത്ത കാഷ്ടൻ അമേരിക്കയിൽ നിന്ന് ഇച്ചായനെ കൊണ്ടുപോവാ. എന്തിനാ? ന്യൂജേഴ്സിൽ ഇട്ടിട്ട് എന്നെ തട്ടാനാ? ഇത് ഞാൻ വെറുതെ വിടില്ല. ലോസ് ആഞ്ചൽസ്, ടെക്സാസ്, ന്യൂയോർക്ക്, ഡിസ്നി പാർക്ക്. അവന്റെ അമ്മയുടെ എന്റെ അമ്മേ, ഇത്രയും വേദനിച്ച ദിവസം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഇന്ന് ഞാൻ എല്ലാം കയ്യാക്കും. ഞാൻ ആവശ്യമായിട്ടല്ല ഡി. വേളാങ്കണ്ണി പോണം. എന്തിനാ? ആ പാവം മാധവൻ അവിടെ ഓടിക്കാനോ? എന്റെ കാറിൽ എന്റെ കൂടെ വന്ന് ഇടപ്പള്ളി പുണ്യാളിൽ മെയിൽ എത്തിച്ചത് എന്നെ കൊല്ലാനടി. ഇത്രയും മനസ്സൊഴിപ്പിച്ചിട്ട് ദിവസം എനിക്ക് വേറെ ഉണ്ടായിട്ടില്ല. ഇനി ഞാൻ ഒന്നും വിടില്ല. പൗലോസേ, ഇത്രയും കാലം നിങ്ങളോട് ജീവിച്ചിട്ട് എനിക്ക് നിങ്ങളെ മനസ്സിലായില്ലെന്ന് കരുതിയോ? കുറെ നേരം ആയല്ലോ കിടന്ന് വീശാൻ തുടങ്ങിയിട്ട്. ഓ, ഇത്രയും കാലത്തിനിടയ്ക്ക് ഇത്രയും വിഷമിച്ചൊരു ദിവസം ഉണ്ടായിട്ടില്ലത്രേ. സത്യേറ്റടി. എന്തിനാണോ മനുഷ്യ ഈ കള്ളത്തിനെ കൊണ്ട് കിടക്കുന്നേ? കുടിക്കണമെന്ന് വെച്ചാൽ അവൻ പറഞ്ഞാ പോരെ. ഇപ്പൊ കിടന്ന് വിളിച്ചു ഊവിയല്ലോ. ഞാൻ വെറും കൊളുവനല്ലെന്ന്. അല്ല, ഞാൻ വെറും കൊളുവനല്ല. വാപ്പാലശ്ശേരി കൊളുവൻ ഗർവാസീസിന്റെ മകൾ അന്ന. മനസ്സിലായോ? ഏതായാലും കള്ളി വലിച്ചത്തായി വരുന്നത് വരട്ടെ. പ്രായമായിട്ടും പിള്ളേരെ കൂടി ഇങ്ങനെ ചാടിച്ചാടി നടക്കാൻ. പ്രായമായിട്ടുള്ള നിന്റെ തന്തക്കിട്ട. 4 5 6 7 8 കാറൊക്കെ തുടങ്ങിയല്ല. ഇനി എന്താണെങ്കിലും എല്ലാരും തൂവുള്ള വസ്ത്രങ്ങളൊക്കെ ഇട്ട്. ശ്രീരാമ, ഇന്ന് ഉക്രൂന്റെ ബർത്ത്ഡേയാ. എന്താ പോനെ? മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ ജെന്റിൽമാൻ. താങ്ക് യു എന്ന് പറഞ്ഞ പട്ടിക്കുട്ടി. ഞങ്ങൾ പള്ളി പോയിട്ട് പിന്നെ വരാം. എവിടേക്കും പോയി കളയരുത്. വന്നിട്ട് നമുക്കൊന്ന് കൂടണം. വാ.